തങ്ങളുടെ മാതാപിതാക്കൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അത് മാറ്റാൻ സഹായിക്കുന്നവരാണ് മക്കൾ. അതാണ് യഥാർത്ഥ മക്കൾ. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ അവരുടെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാറുണ്ട്. അമ്മയ്ക്ക് വേണ്ടിയും അച്ഛനു വേണ്ടിയും സ്വന്തം ശരീരം പോലും ദാനം വയ്ക്കുന്ന മക്കളുള്ള ഈ കാലത്തും അതുപോലെ സ്വയം പൈസയ്ക്ക് വേണ്ടിയോ മൊബൈൽ ഫോണിന് വേണ്ടിയോ മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും പോലും ചെയ്യുന്ന മക്കൾ മറ്റു തരത്തിലുണ്ട്. ആ മക്കളെല്ലാം ഇത് കണ്ടുപഠിക്കണം. അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മലപ്പുറത്ത് നിന്നാണ് ആ വാർത്ത. ഗുരുതരമായ കരൾ രോഗം ബാധിച്ച അമ്മയ്ക്ക് മകൻ കരൾ പകുത്തു നൽകിയ വാർത്ത. ശസ്ത്രക്രിയയ്ക്ക് തൊട്ടു പിന്നാലെ മഞ്ഞപ്പിത്തം ബാധിച്ച് അമ്മ മരണത്തിന് കീഴടങ്ങിയ സംഭവം മലപ്പുറം ജില്ലയിൽ വേദനയായി മാറുന്നതും ഇതേ കാഴ്ചയാണ്. മലപ്പുറം സൗത്ത് അന്നാര മുണ്ടോർത്തയിൽ സുഹ്റയാണ് സംഭവിച്ചത്. 61 വയസ്സായിരുന്നു, പക്ഷേ മരിച്ചുപോയി. മകൻ ഇംതിയാസ് റഹ്മാനാണ് അമ്മയ്ക്ക് വേണ്ടി കരൾ ദാനം ചെയ്തത്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എൻ്റെ അമ്മ ജീവിക്കണം, അതിപ്പോൾ എൻ്റെ ജീവൻ എടുത്തിട്ടാണെങ്കിലും. കരൾ പകർത്തു നൽകുമ്പോൾ എന്തുമാത്രം വേദനയുണ്ടാകും, അല്ലെങ്കിൽ ആ ശസ്ത്രക്രിയ എന്ത് പ്രയാസപ്പെട്ടതാണ്. ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ആ മകൻ ആ തീരുമാനമെടുത്തത്. എന്ത് വന്നാലും എൻ്റെ ഉമ്മ ജീവിക്കണം, എന്നിലൂടെ ജീവിച്ചാലും എൻ്റെ ചോര വാർന്നാലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ഉമ്മയോടൊപ്പം നിൽക്കണം. അങ്ങനൊരാഗ്രഹമായിരുന്നു ആ മകനുണ്ടായിരുന്നത്. കരൾ രോഗം മൂർച്ഛിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്നു സുഹറയ്ക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമായിരുന്നു ഏക ആശ്രയം. മകനായ ഇംതിയാസ് റഹ്മാൻ സ്വന്തം ജീവൻ പണയം വെച്ചാണ് അമ്മയ്ക്ക് കരൾ പകുത്തു നൽകാൻ തയ്യാറായിരുന്നത്. കഴിഞ്ഞ മാസമായിരുന്നു കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതോടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വലിയ ആശ്വാസത്തിലായിരുന്നു. അമ്മയും മകനും ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ സുഹറയ്ക്ക് മഞ്ഞപ്പിത്തം ബാധിക്കുകയും നില വഷളാവുകയും ചെയ്തു. തുടർന്ന് സുഹറ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അമ്മയ്ക്ക് കരൾ ദാനം ചെയ്തതിനെ തുടർന്ന് ഓപ്പറേഷന് വിധേയനായി പൂർണ്ണ വിശ്രമത്തിൽ കഴിയുകയായിരുന്നു ഇംതിയാസ് റഹ്മാൻ. അമ്മയുടെ വിയോഗ വാർത്തയറിഞ്ഞ ആഘാതത്തിലാണ്. ഇംതിയാസിന് ആദ്യമൊന്നും അറിയിച്ചില്ല. അദ്ദേഹത്തിന് താങ്ങാൻ പറ്റില്ല എന്ന് കരുതി. ഇംതിയാസ് റഹ്മാൻ തിരൂരിലെ നാഷണൽ ഗ്ലൗസ് ഹൗസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയമായിട്ടും തൊട്ടു പിന്നാലെ മഞ്ഞപ്പിത്തം ബാധിച്ച് സുഹ്റയുടെ മരണം സംഭവിച്ചത് കുടുംബത്തിന് വലിയ ദുരന്തമായി മാറി. അതാണ് കൃത്യമായി പറയാനുള്ളത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്തയാണ്. അത്രമാത്രം സ്നേഹമുള്ളൊരു മകൻ, അല്ലാതെ ആ അമ്മയ്ക്ക് ഇത്രയും ഭാഗ്യം ലഭിക്കുമോ? അങ്ങനൊരു ഭാഗ്യം വേണം. കാരണം മാതാപിതാക്കളായി ജനിക്കുന്നത് മാത്രമല്ല, നമ്മുടെ വയറ്റിൽ നിന്ന് ജനിക്കുന്നവരും നമ്മളാൽ ജനിക്കപ്പെടുന്നവരും നമ്മളോട് ഇത്തരം സ്നേഹം കാണിക്കുന്നത് ഭാഗ്യം തന്നെയാണ്. ഇതിന് ഭാഗ്യം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. പ്രേക്ഷകരെല്ലാവരും തന്നെ വളരെയധികം കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുമുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും ഇതേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആരാധകരൊക്കെ തന്നെയും വളരെയധികം തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു വാർത്തയെ അതിവേഗം മാറുന്നുമുണ്ട്. സോഷ്യൽ മീഡിയ ആരാധകർക്ക് വളരെയധികം സ്നേഹം എന്ന് തന്നെ ഇതിനെക്കുറിച്ച് പങ്കുവെക്കുകയും ചെയ്തു പറയുന്നുണ്ട്. ഇനിയും അങ്ങനെ തന്നെ സ്നേഹത്തിലിരിക്കണം. പക്ഷേ ആ അമ്മ ഇന്നില്ല. ആ മകന്റെ സ്നേഹം കാണാനായി അമ്മയില്ല എന്നുള്ളൊരു വിഷമം മാത്രമാണ് ബാക്കിയാവുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.